ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊള്ളും. ഉപദേശിയുടെ സാലജാതിലെ ശിശിരാക്കി കൊള്ളുവിനെന്നുള്ള ക്ലിപ്പിൻ്റെ 3ാമത്തെ ക്ലിപ്പാണ്. ഈ ക്ലിപ്പോടുകൂടി ഈ വിഷയം തീർക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ 3 ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇവിടെ പക്ഷം പിടിച്ചുകൊണ്ടിരുന്ന വിശ്വാസികളെ അപ്പോസ്തലൻ എന്ത് ചെയ്തു? 1 കൊരിന്ത്യയിലെ 1 അധ്യായത്തിലാണ് പക്ഷം പിടുത്തം. 1 കൊരിന്ത്യയിലെ 3 അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഒരുത്തൻ ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? സാധാരണ മനുഷ്യരെ രക്ഷിക്കപ്പെടാത്തവൻ, സ്ഥാനപ്പെടാത്തവൻ, വീണ്ടും ജനം പ്രാപിക്കാത്തവൻ, വിശുദ്ധാംശം പ്രാപിക്കാത്തവൻ, വായന വെളിപ്പാട് കിട്ടാത്തവൻ, ലോക മനുഷ്യൻ, സാധാരണ മനുഷ്യരല്ലയോ? നമ്മൾ സാധാരണ മനുഷ്യരാണോ? കൊരിന്ത് സഭയിലെ വിശ്വാസികൾ സാധാരണ മനുഷ്യരാണോ? അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ? അവർ സ്ഥാനപ്പെട്ടവരല്ലേ? അവർ വിശുദ്ധാംശം പ്രാപിച്ചവരല്ലേ? ഇന്ന് സഭകളിൽ കിടക്കുന്നവർ സാധാരണ മനുഷ്യരാണോ? സാധാരണ മനുഷ്യരാണ് നല്ലൊരു പങ്കും. രക്ഷ നഷ്ടപ്പെടുത്തി സ്ഥാനപ്പെട്ടതും പരിശുദ്ധാംശവും അഭിഷേകമൊക്കെ പ്രവചിച്ചു. അഭിഷേകം വല്ല ആത്മാവൊക്കെ കയറി, ആത്മാവ് പോയിട്ട് വേറെ ആത്മാവ് ഒന്ന് കയറി. 1 യോഹന്നാൻ 4:6 ഭയത്തോടും വിറയലോടും കൂടി വായിച്ചോണം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന പുതിയ നിയമ ക്രിസ്തുവിൻ്റെ പ്രമാണം ഉപദേശം കേട്ട് ഞാനും നീയും വളരുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് പോലും മാറിപ്പോകുമെന്ന് സാമ്പാസ്റ്റല്ല പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ, യേശു ക്രിസ്തുവിൻ്റെ മാറിൽ ചാരിയിരുന്നവൻ. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒരു ദൂതം വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും. ഈ ബാംഗ്ലൂരിലെ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വലിയ ഉണർവ് നടക്കുന്നതെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് സഹോദരന്മാരെല്ലാം കൂടി കിടന്ന് അവിടെ കുറേ ബഹളം വെച്ച് കുറേ പാട്ടുണ്ട്. അതിലൊരു സഹോദരൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു നിന്നോട് പറയാൻ. ഒരു ദൈവത്തിൻ്റെ ആത്മാവുമല്ല, ചുമ്മാ ജഡത്തിൽ കിടന്ന് വിളമ്പുക. അത് മുഴുവൻ ഒന്നുകിൽ അവൻ്റെ മനസ്സിൽ തോന്നുന്നത്, അല്ലെങ്കിൽ പിശാചി കൊടുക്കുന്ന ആലോചന. സഹോദര, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അവർ പ്രസംഗിച്ചതും ദൈവാലോചന മുഴുവൻ ഇതിൽ എഴുതി തന്നിരിക്കാൻ നമുക്ക്. വാക്യം തരാം, തരാം, ശ്രദ്ധിച്ചു കേട്ടോ. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം 20-27. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലൂസാ പറയുന്നത്. ഇപ്പം ചിലർ ചോദിക്കും, പൗലൂസ് ആരെന്ന് പറഞ്ഞുതരാം. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. സഭയുടെ അപ്പോസ്തലനായിട്ട് നിയമിച്ചു വെച്ചിരിക്കുന്ന എന്നെ അല്ല, പൗലൂസിനെയാ. ഇവിടുത്തെ ഒരു പാസ്റ്റർമാരെയല്ല, ഒരു മഹാന്മാരെയല്ല. ദൈവം ആക്കി വെച്ചവർ ഉണ്ടോ എന്ന് മഷിയിട്ട് നോക്കണം. ഇപ്പോൾ 3 രീതിയിലുള്ള നിയമനങ്ങളുണ്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ടവര്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എഫേസ്യർ 4:11. പിന്നെ പ്രവൃത്തി 20-ലും ഉണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടും കൂട്ടം മുഴുവൻ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവത്തിൻ്റെ ആത്മാവ് അധ്യക്ഷരാക്കി വെക്കുന്നത്, ദൈവമാണ് അധ്യക്ഷരാക്കി വെക്കുന്നത്, മനുഷ്യരല്ല. ഇന്ന് സംഘടന അധ്യക്ഷരാക്കി വെച്ച ഇടയന്മാരെ കൊണ്ട് നമ്മുടെ ഭൂമി നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് അവരവരുടെ സംഘടന പറയുന്ന ഉപദേശം അവരവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലപ്പുറം ഒന്നും പറയത്തില്ല. അവർക്ക് അറിയത്തില്ല പറയാൻ. ഇനി അറിയാമെങ്കിൽ പോലും വിഴുങ്ങിക്കളയും അത്. ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം ശരിയായ നിലയിൽ സഭയെ പഠിപ്പിച്ചാൽ സംഘടന ഈ പാസ്റ്ററിൻ്റെ വിക്കറ്റും കൊണ്ടുപോകും, എത്ര ഘനമായ വിക്കറ്റാണെങ്കിലും. പിന്നെ അട്ടപ്പാടി പോയി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ കഞ്ഞിക്ക് വകയില്ലാത്തവനായി വഴിയരികെ അലഞ്ഞ് നടക്കേണ്ടി വരും. ദൈവമാക്കി വെച്ചാൽ ദൈവം അവനെ പുലർത്തും. രാജാവിന് മുൻപാകെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യരുതെന്ന് ശക്തമായ ദൂത് വിളിച്ച് പറഞ്ഞിട്ട് ഏലിയാവ് തൂങ്ങിച്ചാകുകയല്ല ചെയ്തത്. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കിരീത്ത് തൂട്ടിൻ്റെ അവിടെ പോയി വിളിച്ചിരുന്നോളാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. ഞാൻ നിന്നെ പുലർത്താൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് സമയമാകുമ്പോൾ ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കാത്ത കാക്ക
വല്ല കൊച്ചുങ്ങളും കയ്യിൽ എന്തെങ്കിലും വെച്ച് തിന്നുകൊണ്ടിരുന്ന അതിനെ തട്ടിപ്പറിച്ച് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന കാക്ക. ആ കാക്ക കൊണ്ടുവന്ന് ഏലിയാവിനെ 3 നേരം പോഷിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിക്കുന്നേ? ആഹാബിൻ്റെ വാക്കിന് മുൻപ് അല്ല, ഇസബേലിൻ്റെ വാക്കിൽ ചൂളിപ്പോയ ഭക്തൻ, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞവൻ ചുരുണ്ടുകൂടി കിടന്ന് MRFൻ്റെ ടയറ് പോലെ കിടന്നുറങ്ങുമ്പോൾ ദൂതം വന്ന് തട്ടി ഉണർത്തി ഒരടയും ഇച്ചിരി വെള്ളവും കൊടുത്ത് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപാകെ ഓടുമാറാക്കിയ സർവശക്തനായ ദൈവം. അതേ ഏലിയാവ് തന്നെ കാക്കയുടെ വരവ് നിന്നപ്പോൾ എന്ത് ചെയ്തു? സരാഫാത്തിലെ വിധവരെടുക്ക ചെല്ലാൻ പറഞ്ഞു, ഞാൻ അവളോട് കൽപ്പിച്ചിരിക്കുന്നു നിന്നെ പുലർത്താൻ. ഭക്തൻ അവിടെ ചെന്ന് പറയുക, നീ ഇച്ചിരി വെള്ളവും ഒരടയും തരുമോ? അയ്യോ യജമാനനെ, ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയുണ്ട്, അതുണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുക? ഞങ്ങൾ മരിക്കാനിരിക്കുക. പ്രവാചകന്റെ ശബ്ദം, ആദ്യം ആ മാവ് കൊണ്ട് എനിക്ക് ഒരടയുണ്ടാക്കി കൊണ്ടുപോവാ, എന്നിട്ട് നീ ചെന്ന് നിന്റെ കൊച്ചിനും നിനക്കും അടയുണ്ടാക്കി ഭക്ഷിക്കുക. ആ പ്രവാചകന്റെ വാക്ക് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. അതങ്ങനെ തന്നെ സാധു സ്ത്രീ അനുസരിച്ചു. ഇന്നത്തെ സഹോദരിമാരാണെങ്കിൽ അനുസരിക്കുമെന്ന് എനിക്കറിയത്തില്ല, സംശയമുണ്ട്. ചിലരൊക്കെ അനുസരിക്കും, കാരണം അതുപോലെ തീക്ഷ്ണതയുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബഹുഭൂരിപക്ഷവും അനുസരിക്കാതിരിക്കാനാണ് സാധ്യത. കാരണം എങ്ങനെ വിശ്വസിക്കും? ഒരു ഇച്ചിരി മാവ് ഇച്ചിരി എണ്ണയും കിടപ്പുണ്ട്, അത് ഞങ്ങളെ നിന്നും ഇരിക്കുമ്പോൾ പിന്നെ ഇയാൾക്ക് തരാൻ പോകണം. ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത ആ സഹോദരി, അവിടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവളും അവളുടെ സ്വന്തക്കാരും ബന്ധക്കാരെല്ലാം ക്ഷാമം തീരുന്നതുവരെ ആ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതമല്ലേ അത്? ആ അത്ഭുതം കണ്ടുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകുന്നവരും ചിന്തിക്കല്ലേ. അത്ഭുതമല്ല നമുക്ക് വിഷയം രൂപാന്തരം പ്രാപിക്കണം, അല്ലെങ്കിൽ ഒരുത്തേന്നേറ്റ് വരണം. ഈ 2 കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തോണം. ഒന്നുകിൽ ഉയർപ്പ് അല്ലെങ്കിൽ രൂപാന്തരം. അതിനെന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം. അതാണ് അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. അത് ഭയങ്കരമാണല്ലോ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുക. ആ ദൈവത്തിൻ്റെ ആലോചന എന്ത് ചെയ്യണം? നമ്മള് പറ, അനുസരിച്ച് ജീവിക്കണം. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ തരുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. 1 കൊരിന്ത്യർ 14:37. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതും ദൈവത്തിൻ്റെ കൽപ്പന. അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ. അവനത് അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നാണ് അടുത്ത വാക്യം, 38-ാം വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെയുള്ളൊരു പ്രയോഗമാണത്. നിനക്ക് മനസ്സ് വെച്ച് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നീ നശിച്ചു പോകുന്ന അതിൻ്റെ ദ്വയാർത്ഥം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ എന്തിനിത് പറയുന്നു? എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗൗരവത്തോടെ പറയുകയാണ്. 20-ാം വാക്യം ശ്രദ്ധിച്ചാൽ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും ഞാൻ നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് അറിയുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ. ചിലർ പറയുന്നതൊന്നും ആർക്കും ഒരു പ്രയോജനമുള്ളതല്ല, ചുമ്മാ പറഞ്ഞ് സമയം കളയുക. നോ, കർത്താവ് കാഹളം ധരിച്ചു വരാറായി. കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങി നിൽക്കുവാൻ പ്രയോജനപ്രദമായ പ്രസംഗങ്ങൾ, വചനങ്ങൾ, ഉപദേശങ്ങൾ, ദൂതുകൾ ആണ് സഭയ്ക്ക് കൊടുക്കേണ്ടത്. പ്രയോജനമില്ലാത്ത കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ഇവിടെ പക്ഷം പിടിച്ച വിശ്വാസികളെ പൗലോസ് എന്ത് ചെയ്തു? അത് ശ്രദ്ധിക്കണം. പൗലോസ് ആര്? പത്രോസ് ആര്? യോഹന്നാൻ, യാക്കോബ് ആര്? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? പൗലോസ് ആര്? അപ്പൊല്ലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. മനസ്സിലാക്കണേ.
നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഹല്ലേലൂയ. നടന്നവനും നനയ്ക്കുന്നവനും ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബൊന്നും ആരുമല്ല. ഒരുത്തനെ നടാൻ നിയമിച്ചു, സഭ പ്രസംഗിച്ച സഭ രൂപപ്പെട്ടു. പത്രോസ് വന്ന് നനച്ചു, അപ്പൊല്ലോസ് നനച്ചു. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ലെന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ കോട്ടും കെട്ടി ടൈയും കെട്ടി ഫോട്ടോ എടുത്തിട്ട് ഞാൻ റവറൻറ്റ്, ഞാൻ ഡോക്ടർ എന്ന് പറയുന്നത്. നിർത്തിക്കോണം. ഇന്നു മുതൽ ദൈവവചനത്തിന് വിരുദ്ധമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരും പേരെടുക്കരുത്. വി ആർ ബ്രദേഴ്സ്. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. നമ്മൾ സഹോദരന്മാരാണ്. ക്രിസ്തു അത്രേ എല്ലാവിനെല്ലാം. റവറൻഡ് എന്നല്ല അർത്ഥത്തിൻ്റെ KJV ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ KJV എടുത്ത് പഠിക്കുമ്പോൾ ഹിസ് നൈം ഈസ് ഹോളി ആൻഡ് റവറൻഡ്. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ആ നാമത്തിൻ്റെ പേര് ഭയങ്കരം. അപ്പം ഇന്നത്തെ പാസ്റ്റർമാർ ഭയങ്കരന്മാരാ. ശരിയാ, അത് ശരിയാ, ഭയങ്കരന്മാരാ. ഇവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന ഗ്രൂപ്പായവർ. ഭയങ്കരന്മാരാ അവർ. ഓ എൻ്റെ പൊന്നെ. കോട്ട് ഇടുന്നതും ടൈ കെട്ടുന്നതും മാന്യമായി യോഗ്യവസ്ഥ നടിച്ച് ജീവിക്കുന്നതും ഇപ്പം അമേരിക്കയിലുള്ള വിശ്വാസികൾ പാസ്പോർട്ട് കോട്ടുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണെന്ന് ആരും ചിന്തിക്കല്ലേ. ദൈവത്തെ ഓർത്ത് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ നമ്മൾ മാന്യമായി യോഗ്യമായ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നു. അതൊന്നും തെറ്റല്ല. പക്ഷേ ആളുകളിക്കരുത്. എന്നെ അറിയുമോ എന്ന് ചോദിക്കരുത്. പണ്ടൊരു പാസ്റ്റർ, ഒരു കൊച്ചു സഹോദരൻ പാസ്റ്റർ വിളിച്ച, പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം? പാസ്റ്ററാ? ഏത് പാസ്റ്റർ? അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററല്ലേ നിങ്ങൾ, അതുകൊണ്ടല്ലേ വിളിച്ചേ? എടാ, എനിക്ക് കഴിഞ്ഞ ആഴ്ച സെൻട്രലിൻ്റെ ചുമതല തന്നു, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം വിളിച്ചു പറഞ്ഞു. ഇനി നീ എന്നെ വിളിക്കുമ്പോൾ സെൻട്രൽ പാസ്റ്റർ എന്ന് വിളിക്കണം. ആ ചെറുക്കൻ പേടിച്ചു പോയി. ഞാനാണെങ്കിൽ കൊടുത്തന്നെ ഡോസ്. എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാൻ ഭയങ്കര ശൗര്യമാണ്. എന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നേ? യാക്കോബിനെ ദൈവം വിളിച്ച പദം തന്നെ, അല്ലെ, പുഴുവായ യാക്കോബേ. യാക്കോബ് ആരാ? ഗോത്രപിതാവാ. ദൈവം വിളിച്ച പുഴുവാ. നമ്മൾ ക്രിസ്ത്യാനികൾ ചത്തു കഴിയുമ്പോൾ ഈ ഡെഡ് ബോഡി, ഈ ശരീരത്തിന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തിന്നു തീർക്കുന്ന പുഴുവാ. ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ നെഞ്ചത്തും അവരുടെ തലയിലും പെടലിയിലൊക്കെ കൊണ്ടുവന്ന് ചിരട്ടയെല്ലാം കൂടി ഒരു 10, 200, 300 ചിരട്ട ഒന്നിച്ച് കത്തിച്ച് ഈ ഇരുമ്പ് ഷവലിൽ കോരിക്കൊണ്ടുവന്ന് നെഞ്ചത്തും തലയിലും എല്ലാം കൂടി ഇങ്ങനെ ഇടും. എന്നിട്ട് കുറേ വിറക് മുട്ടിയും വെച്ച് തരും. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഞാൻ അന്തം വിട്ടു പോയി, പേടിച്ചു പോയി. ഇന്നലെ വരെ തുള്ളിച്ചാടി കിടന്ന മനുഷ്യൻ്റെ നെഞ്ചത്ത് 100, 200 ചിരട്ട കത്തിച്ച് അതിൻ്റെ ആ തീജ്വാലയോടുകൂടി കോരി അങ്ങോട്ട് മേത്തോണ്ട് ഇടുമ്പോൾ ഒരു 10, 15 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ കഴിയുമ്പോൾ സംഭവം തീർന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഇതുപോലെ മരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ ഈ കരിയെല്ലാം ചിരട്ടയെല്ലാം തീയെല്ലാം കിട്ടാൻ കത്തി, അതിൻ്റെ നല്ല ഉണങ്ങിയ പുളിവറവോ എന്താണ്ടൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴേ അത് പെട്ടെന്ന് കത്തിയാൽ വരും. എന്നിട്ട് അപ്പോൾ ഈ ബന്ധക്കാരൻ ഒരു മോൻ വന്നിട്ട് ചോദിക്കുക, ഇനിയിപ്പോൾ എന്താ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയായിട്ട് വാ, എന്നിട്ടോ അതിൽ നിറച്ച് തരാം. എവിടെയെങ്കിലും കൊണ്ടുപോയിടും, വെള്ളത്തിലോ ആകാശത്ത് കൊണ്ട് വെതറോ എന്തെങ്കിലും ചെയ്യും. തീർന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു സഹോദരി മരിച്ചുപോയി. ഒരു 1/2 കിലോമീറ്ററിന് ദൂരെ, 1/4 കിലോമീറ്റർ ദൂരെ. മക്കളെല്ലാം കളഞ്ഞിട്ട് പോയി. അമ്മ പ്രാർത്ഥനക്കാരിയൊക്കെ ആയിരുന്നു. അവരുടെ പാർഷന്മാരെല്ലാം കൂടി ചാതിച്ച് അവരവസാനം ദുരാത്മാവെല്ലാം കയറി നഷ്ടപ്പെട്ട് അവരുടെ മക്കളാരും അവരെ സ്വീകരിക്കാനില്ലാതെയായി. അവരൊറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടന്ന് ജീവിക്കുകയായിരുന്നു. അയൽവക്കക്കാര് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുവന്ന് ആ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ജീവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളിത് കേൾക്കണം. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൻ്റെ ഇറമ്പത്തൂടി ഇങ്ങനെ വലിയ പുഴുക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ദുർഗന്ധം വരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. ദുർഗന്ധം വന്നപ്പോൾ മനസ്സിലായി ചേച്ചി ആള് തട്ടിപ്പോയി. വീട്ടിൽ നിന്ന് അവിടെ അടുത്തോട്ട് ചെന്നൊരു 10-15 മീറ്റർ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ പുഴു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് കർത്താവ് പറഞ്ഞില്ലേ, പുഴുവായ യാക്കോബേ. ഏത് മനുഷ്യകുലത്തിൽപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും മരിച്ചു കഴിഞ്ഞാൽ പുഴുവിൻ്റെ അവകാശമാണ്. അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതാ തീ കത്തിച്ച് കളയണമെന്ന് എൻ്റെ ചിന്തയിൽപ്പെടുത്ത്. എന്നെ ആരും അടക്കാനില്ലെങ്കിൽ
ഞാൻ പറയാൻ പോവാ എൻ്റെ കുടുംബത്തോട്. ചുരുട്ടിക്കെട്ടി തൊട്ടടുത്തൊരു ശ്മശാനമുണ്ട്, ആധാർ കാർഡും കൊടുത്ത് ഒരു 10,000-2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീനാക്കി തരും. നിങ്ങൾ പേടിക്കണ്ട. അതിൻ്റെ പേരും പറഞ്ഞ് ആരും കഷ്ടപ്പെടുകയും വേണ്ട. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് കൊടുക്കാൻ എഴുതി വിട്ട് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി പഠിച്ചോളും. 10,000 തവണ പാർഷന്മാർ വന്ന് ഈ പാർഷ അങ്ങനെയായിരുന്നു, ആ പാർഷ ഇങ്ങനെയായിരുന്നു, പുള്ളി അങ്ങനെ ഭയങ്കരനായിരുന്നൊക്കെ പറഞ്ഞ് സാക്ഷിയൊന്നും പറഞ്ഞ് കഞ്ഞിയും കുടിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. എന്തിന് ജീവിച്ചിരിക്കുമ്പോൾ അവരാരും നമ്മളോട് സ്നേഹത്തോടെ ഇടപെട്ടവരല്ലല്ലോ പലരും. ഞാൻ ഈ പഥ്യോപദേശം പറയുന്നുണ്ട്. പലരും എന്നോട് വളരെ വളരെ എന്തോ പറയാം, നമുക്ക് വേദന ഉളവാക്കത്തക്ക നിലയിലാണ് നമ്മളോട് ഇടപെടുന്നത്. ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയി. ഗലാത്യർ 4:16. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ശത്രുവാവും. യഹൂദന്മാർക്ക് യേശു മിത്രമായിരുന്നു, ശത്രുവായിരുന്നില്ലേ? പൗലോസും പത്രോസും യോഹന്നാനും യഹൂദന്മാർക്കും റോമക്കാർക്കും ഇഷ്ടന്മാരായിരുന്നോ? സ്നേഹിതന്മാരായിരുന്നോ? ശത്രുക്കളെ പോലെ കണ്ടില്ലേ? പിന്നെ നീ എന്തിനാ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് ചിന്തിക്കുന്നേ? അല്ലല്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞേ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിലേക്ക് പോവുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിവാക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കും എല്ലായ്പ്പോഴും സമയമാകുന്നു. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല. യേശുവിൻ്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രമുണ്ടോ? അതിനുശേഷം പിന്നെ അവരൊക്കെ പലരും രക്ഷിക്കപ്പെട്ടു വന്നു. നിങ്ങളെ പായിക്കാൻ ലോകത്തിന് കഴിയുന്നതല്ല. അതിൻ്റെ പ്രവൃത്തി ദോഷമുള്ളത്, ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളത് എന്ന് ഞാനതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുകൊണ്ട് അത് എന്നെ പായിക്കുന്നു, ലോകം എന്നെ പായിക്കുന്നു. കർത്താവ് പറഞ്ഞു, ലോകം എന്നെ പായിച്ചെങ്കിൽ നിങ്ങളെ പായിക്കും. ഇപ്പം നമ്മുടെ കഴുത്തെ കൈ വിട്ടുകൊണ്ട് നടക്കുക. ഉമ്മൻചാണ്ടിയും സതീശനും മന്ത്രിമാരും MLA-മാരും നമ്മുടെ യോഗങ്ങളിൽ കയറി ഇറങ്ങി ഞെരങ്ങുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മാനസാന്തരപ്പെടാനുള്ള ദൂത് അവർ പ്രസംഗിക്കുന്നുണ്ട്. അതിലെനിക്ക് വീണാ ജോർജ് വന്നു, നമുക്കൊന്ന് മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഈ ഇവരുടെ തമ്മിത്തല്ലെല്ലാം കൂടി അവർ കേട്ട് കാണുമെന്ന് പറയുന്നത്. ഈ തമ്മിത്തല്ലുന്നത് ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയില്ലേ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ ഒന്ന് മടങ്ങി വരണമെന്ന്. സതീശൻ പറഞ്ഞു, നമ്മളൊക്കെ നന്നാകണമെന്ന്. കാരണം അവർക്കറിയാം നമ്മുടെ ഈ തല്ലും വഴക്കുമൊക്കെ. പിന്നെ എന്തിനാ നമ്മുടെ മുമ്പിൽ വന്ന് ഈ വീരവാദിത്വം അടിക്കുന്നത്? വോട്ട് ബാങ്ക് അല്ല, വേറെന്താ? ഇത് മനസ്സിലാക്കാൻ നമ്മുടെ പാർഷന്മാർക്ക് അറിയത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ജനറൽ കൺവെൻഷന് VD സതീശൻ വന്നു, ഉമ്മൻചാണ്ടി വന്നു, വലിയ പൊങ്ങച്ച കൊടുക്കുക. എടാ, ഗുണം പിടിക്കാത്ത നിന്നെ മാനസാന്തരത്തിലേക്ക് അങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ വരുന്നേ. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പ്രസംഗിക്കണം. റോമാസഭയെ പ്രസംഗിച്ച് നടത്തിയതുപോലെ, കൊരിന്ത് സഭയെ പ്രസംഗിച്ച് നടത്തിയതുപോലെ, അല്ല ഒരു റോൾ മോഡലായിട്ട് എടുത്തു കാണിക്കാനുള്ള കൊരിന്ത് സഭയാ. എന്താ പാസ്റ്റർ അതിൻ്റെ പ്രത്യേകത? ഉണ്ട്. 3-ാം അധ്യായം വായിച്ച് പഠിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 3 പഠിക്കുമ്പോൾ, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളെ ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഞങ്ങളുടെ പത്രം, കൊരിന്ത്യയിലെ വിശ്വാസികളെ നിങ്ങളെ നോക്കിയാൽ ഞങ്ങളെ കാണാമെന്ന് അപ്പോസ്തലന്മാരെ പോലെയായി. അത് കഴിഞ്ഞ് പിന്നെ ഉപദേശം പഠിപ്പിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പോസ്തലന്മാർ ഉപദേശം പ്രസംഗിച്ച് കൊരിന്ത്യയിലെ വിശ്വാസികളിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. ഇന്നത്തെ സഭകളിൽ ആരെയാ കാണാൻ തുടങ്ങുന്നത്? ഞാനത് പറയണോ? വേണ്ടല്ലോ. ഇന്നത്തെ വിശ്വാസികളിൽ ആരെ കാണുന്നു ലോകം? അല്ലല്ലോ. ഈ ഇടയ്ക്ക് ഒരു സഹോദരൻ കുമ്പനാട്ട് ഇലക്ഷൻ നടന്ന ഈ ഗുണം പിടിക്കാത്തവരുടെ ഇടയിലൊക്കെ കൊണ്ട് ഉപ്പ് വിതറി. പുള്ളിക്ക് ആത്മഭാരം കൊണ്ട് വിതറിയതായിരിക്കാം. അവരെല്ലാം കൂടി പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, ആരാണ് അവൻ നിന്നോട് ഉപ്പ് വരാൻ പറഞ്ഞു? അയ്യോ, ഞാൻ ചുമ്മാ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് രക്ഷ. അല്ലെങ്കിൽ പിടിച്ച് തല്ലിയെന്നെ അവർ. അങ്ങനത്തെ ആൾക്കാരാണല്ലോ അവർ. അടിക്കും ഇടിക്കും എന്തിനും മടിയില്ലാത്തവരാണല്ലോ. ഹല്ലേലൂയ. ഞാൻ എന്തിനിത് പറഞ്ഞു?
കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. കഴിച്ചു കിടക്കുന്ന ലോകം രുചിക്കാൻ ശിഷ്യന്മാരെ നിങ്ങൾ രുചിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ആത്മീക സൗന്ദര്യം, നിങ്ങളുടെ ആത്മീയമായ ഇടപെടലുകൾ, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളിലൂടെ കണ്ടിട്ട് ലോകർ നന്നാകണം. അപ്പോൾ അവരും ഉപ്പ് പോലെ രുചിക്കുന്നവരായി മാറും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചമായ കർത്താവ് ഭൂമിയിൽ നിന്ന് പോയപ്പോൾ വെളിച്ചം മുഴുവൻ അപ്രത്യക്ഷമായി, ആത്മീയ വെളിച്ചം. ഇനി സഭയ്ക്ക്, ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടത് സഭയാ. സഭ ഇരുണ്ട് കിടക്കുക, പിന്നെ എവിടെ വെളിച്ചം കൊടുക്കുന്നേ? അതുകൊണ്ട് ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, റോമാ സഭയെ ഉപദേശം പഠിപ്പിച്ചു, അവർ പ്രബുദ്ധരായ വിശ്വാസികളായി മാറി. കൊരിന്ത് സഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു, അവർ പ്രബുദ്ധരായ വിശ്വാസികളായി മാറി. എഫേസ്യ സഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ഫിലിപ്പ് സഭയെ, കൊലോസ്യ സഭയെ, തെസ്സലോനിക്ക സഭയെ, ഗലാത്യ സഭയെ ഉപദേശം പഠിപ്പിച്ച് 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 അവരെ നല്ല ആത്മീക തെറവുള്ളവരാക്കി മാറ്റി. അപ്പോൾ ചിലർ ചോദിക്കുക, കൊരിന്ത് സഭയിലല്ലേ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന ഒരുത്തനുണ്ടായിരുന്നത്? അവൻ്റെ കാര്യമോ? അവൻ്റെ കാര്യം എന്തോ ചെയ്തു? അവരെ സാത്താനെ ഏൽപ്പിച്ചു. അപ്പോസ്തലനും പൗലോസും എല്ലാവരും കൂടി ചേർന്നു. ഒന്നാം ലേഖനത്തിൽ അവനെ സാത്താനെ ഏൽപ്പിച്ചു, രണ്ടാം ലേഖനത്തിൽ അവന് മടങ്ങി വന്നുകൊണ്ട് അവനെ ചേർത്ത് കൊള്ളാനായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അവൻ മടങ്ങി വന്നു, യഥാസ്ഥാനപ്പെട്ടു. ഇന്നോ പാപം ചെയ്തതിനെ പുറത്താക്കി ചാവും പോയി വേറെ സഭയുണ്ടാക്കുക. ഇന്ന് കാണുന്ന ലേബലുകളുള്ള സഭയൊന്നും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഇല്ലെന്ന് ഓർത്തുകൊള്ളേണേ. ദൈവത്തെ ഓർത്ത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക, സഭ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരം. 3 പഠനങ്ങളാണ് പൗലോസ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. വേറെ കുറേ കൊണ്ട്, ആട്ടിൻകൂട്ടെ കുറേ കൊണ്ട് ഇല്ലെങ്കിലും പ്രധാനമായും പൗലോസിൻ്റെ ടീച്ചിങ് ഈ 3. ഈ 3 ഉപദേശങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും പഠിപ്പിച്ച് മണവളാകൾ ക്രിസ്തുവിന് വേണ്ടി കന്യകായ സഭയെ ഒരുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് തന്നെ ഉപദേശമായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി തീരാൻ സഭയെ ഉപദേശിച്ച് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരണം സഭ. പിന്നെ ക്രിസ്തുവിൻ്റെ ശരീരം, തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങളായി വളർച്ച പ്രാപിക്കണം. അതൊന്ന് പറയാൻ പ്രേരണയുണ്ട്. തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ. ഹല്ലേലൂയ. കൊലോസ്യർ 2:11 അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുറിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെ ലഭിച്ചു. ആ 10 കൂടി ചേർത്ത് വായിക്കണം. 9 വായിക്കാം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറയുക. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുക. അതെങ്ങനെയാ പരിപൂർണരാകുന്നത്? തലയായവനിൽ നിന്ന് ശരീരം മുഴുവനും സന്ധികളാലും ഞരങ്ങുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയായവനിൽ നിന്ന് നിങ്ങൾ വളർച്ച പ്രാപിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ തലയായവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്? തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ അനുസരിച്ച് ആ തലയെപ്പോലെ തലയോടൊപ്പം വളർന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുമ്പോഴാണ് സഭ കർത്താവിൻ്റെ ഊരിൽ പോകാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഏത് സഭയാണ് ഉള്ളത്? ഇനി വേറൊരു വാക്യം, അപകടകരമായ ഒരു വാക്യം കൂടി പറയാം. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കാത്തവർ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കാത്തവൻ വിരുത് തെറ്റിക്കുക. നാം ഒരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എന്താ വിരുത്? ഈ ഭൂമിയിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ നമ്മള്. ഒരാത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ നമ്മള്. പ്രമാണം അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ. ആ ഓട്ടത്തിൽ നമ്മൾ വിരുത് പ്രാപിക്കാതിരിക്കാൻ തെറ്റിച്ച് കളയാൻ ആർക്ക് കഴിയും? ക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിക്കാത്തവന് കഴിയുമെന്നല്ലേ ഈ വാക്യത്തിന്റെ അർത്ഥം, അല്ല മറ്റെന്താ?
ഹല്ലേലൂയ. സ്വോത്രം 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 സ്വോത്രം. 4-5 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ നിർത്താൻ പോവാം. 3 ക്ലിപ്പായി, 1.5 മണിക്കൂറോളായി. അപ്പോൾ സഭയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, റോമാസഭയെ പഠിപ്പിച്ചതുപോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ചതുപോലെ, എഫേസ്യ സഭയെ, തെസലോനിക്ക സഭയെ, ഫിലിപ്പിയ സഭയെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ചതുപോലെ ഉപദേശം പഠിപ്പിക്കണം. അവരാ സഭയെ പഠിപ്പിച്ചിട്ട് ആ ഉപദേശം ലിഖിതമായി എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കണം എന്നുള്ളത് അവർ പ്രസംഗിച്ച് നടത്തി, അവരെ ശിഷ്യരാക്കി വളർത്തിയെടുത്ത് അവരെല്ലാം അതനുസരിച്ച് ജീവിച്ച് 99% ഒരു സ്വർഗത്ത് പോയി. ഇപ്പം 12 പേരിൽ ഒരുത്ത യൂതയായിരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും കുത്തിത്തിരിവുള്ളവരുണ്ട്, അവരൊക്കെ നയിച്ചു പോവും. ഏത് സഭയിൽ ചെന്നാലും രാഷ്ട്രീയം കളിക്കുന്ന കുറേ പേരുണ്ട്, പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെയൊന്നും ഒരിക്കലും നന്നാക്കാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല. അത് അന്നും ഇന്നും എല്ലാം ഉണ്ട്. അപ്പോസ്തലന്മാർ ഉപദേശം പ്രസംഗിക്കുമ്പോഴും ആ ഉപദേശത്തിനെതിരെ നിന്നവർ അന്നും ഉണ്ട് സഭയിൽ, ഇന്നും ഉണ്ട്. നമുക്കതല്ല വിഷയം. നമുക്ക് അവർ പറയുന്ന ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് ഒരുങ്ങാനുള്ള. അപ്പൊ സഭയെ അപ്പോസ്തലൻ പഠിപ്പിക്കുക. പുതിയ നിയമസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, ക്രിസ്തുവിന്റെ ഉപദേശമാണ്, പഥ്യവചനമാണ്, പഥ്യോപദേശമാണ്. അത് പഠിപ്പിച്ച് പൂർണ്ണ വിശുദ്ധിയിൽ സഭയെ നിർത്തണം. അതാണ് ഞാൻ നേരത്തെ വായിച്ച വാക്യം പിന്നെയും ഞാൻ വായിക്കാൻ കർത്താവിൽ ശരണപ്പെട്ട് അങ്ങ് വായിക്കുക. ആ പ്രേരണ കിട്ടുന്നുണ്ട്, പിന്നെയും എടുത്ത് വായിക്കുന്നേ. പ്രവൃത്തി 9 അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇന്നിപ്പോൾ സമാധാനം എവിടെയുള്ള? സഭകൾ തമ്മിൽ വഴക്കാണ്. ഒരു സഭയിലുള്ളവർ തന്നെ വഴക്കിട്ട് ഇപ്പോൾ കോടതിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ കൊണ്ട്, വക്കീലിനെ കൊണ്ട് കേസ് പറയാൻ നടക്കുക. എനിക്കറിയാവുന്ന ചരിത്രത്തിൽ ഒരു സ്നേഹിതനുണ്ട്, ഈ വഴക്കും വക്കാണവും എടുത്ത് ഫോണിൽ ഇട്ട് തരുന്നൊരു സ്നേഹിതനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എപ്പോൾ നോക്കിയാലും തല്ല. ജനറൽ കൺവെൻഷൻ നടന്നാൽ പിന്നെ തല്ലങ്ങ് കൂടും. ഇടയ്ക്ക് ചില ചെറിയ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അപ്പോഴും തല്ല് നടക്കും. കൺവെൻഷൻ നടത്തിയതിൻ്റെ പന്തൽ കെട്ടിയതിൻ്റെ കാശിനെ ചൊല്ലി, ഫുഡ് കൊടുത്തതിൻ്റെ കാശിനെ ചൊല്ലി, പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ കാശിനെ ചൊല്ലി, കാരണം കട്ടുപിടിക്കുന്നവർ രാഷ്ട്രീയ കൊള്ളത്തിലും ആത്മീയ കൊള്ളത്തിലും ഒരുപോലെ കിടക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവം എന്താ ഇങ്ങനെ കിടക്കാൻ കാര്യം? സർവ്വലോകം ദുഷ്ടൻ്റെ അതിൽ കിടക്കുക. പിശാചിൻ്റെ ആധിപത്യമുള്ള ലോകമായത്. സർവ്വലോകം ദുഷ്ടൻ്റെ അതിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:19. യോഹന്നാന്റെ സുവിശേഷം, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ. ആദാമും ഹവ്വയും പാപം ചെയ്തതോടെ ലോകം പിശാചിന്റെ കയ്യിലോട്ട് പോയി. ലോകത്തിന്റെ സകല ഭരണവും പിശാചിന്റെ കയ്യിലാണ്. പുടിനും ബൈഡലും അവരും ഇവരുമൊക്കെ ഭരിക്കുന്നെന്ന് പറഞ്ഞാലും ഒരാത്മീക ഭരണം സാത്താനാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ദൈവസഭയുള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് സ്വസ്ഥമായിട്ട് പോകുന്നത്. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ക്രിസ്തു ഇവിടെ വരും. മരണം കൊതിക്കും, മരിക്കാൻ കൊതിക്കും, മരണം അന്വേഷിക്കും. മഹോദര കാലത്ത് കൈവിടപ്പെട്ടു പോയ പെന്തക്കോസുകാരെ മരണം കൊതിക്കും. ഞാൻ കൈവിടപ്പെട്ടു പോയാൽ ഞാൻ മരണം കൊതിക്കും, ഞാൻ മരണം അന്വേഷിക്കും. നിങ്ങൾക്ക് തൃപ്തിയായില്ലേ ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ? അതുകൊണ്ട് പോകാൻ നോക്കിക്കോ, ഒരുങ്ങിക്കോ. അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പഠിപ്പിച്ച് ഒരുക്കിക്കോ. സഭയെ ഒരുക്കിക്കോ. പാസ്റ്റർമാരെ സഭയെ ഒരുക്കിക്കോ. ചെപ്പടി വിധികളെല്ലാം നിർത്ത്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വാക്കുകൾ കൊണ്ടല്ലേ സഭയെ നമ്മൾ പ്രബോധിപ്പിക്കുന്നത്. ആ വാക്ക് ദൈവവ്യവസ്ഥ അല്ലെങ്കിൽ നീ കണക്ക് കൊടുക്കണം അതിനെ. ദൈവസേന ഇത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച് ആത്മശക്തിയോടെ ആത്മനിയോഗത്തോടെ ഈ അപ്പോസ്തലന്മാരുടെ പ്രമാണമെടുത്ത് സഭയെ ഉപദേശിച്ച് നടത്ത്. അല്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആള് കാണത്തില്ല. ഇത് വ്യക്തവും കൃത്യമായി പറയുന്ന ദൂതാണ്, ചുമ്മാ പറയല്ലത്. വില കൊടുത്താണ് ഈ ഉപദേശം പഠിച്ചത്. പട്ടിണി കിടന്ന് ഉപബോധിച്ചാണ് ഇത് പഠിച്ചത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാരായ ദേവദാസന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഉപദേശം ഇതായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നു. പ്രോസ്പെക്റ്റിക്കാർ കയറി ഉപദേശത്തെ നശിപ്പിച്ചു. പിന്നെയും തന്നെയും എടുത്തു പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി.
ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രവൃത്തി 20 ആ ഭാഗമുണ്ട്. ഞാനതും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. വായിച്ചങ്ങ് നിർത്തിക്കോട്ടെ. ഞാൻ ബാക്കി ഭാഗങ്ങൾ പിന്നെ അവസരം പോലെ നമുക്ക് ധ്യാനിക്കാം, പഠിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുക. 20-ാം അധ്യായത്തിൻ്റെ 32 മുതൽ ഞാനങ്ങോട്ട് വായിക്കും. നിങ്ങളതൊന്ന് വായിച്ച് അത് കേട്ടൊന്ന് മനസ്സിലാക്കിക്കോ. 27 മുതൽ വായിക്കും. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലെ ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സഭയിലെ മൂപ്പന്മാരോട് പറയുന്ന കാര്യമായത്. സഭയിലെ മൂപ്പന്മാരായ പാസ്റ്റർമാരെ, നിങ്ങളിത് പഠിക്കണം. നിങ്ങൾ കൂട്ടുമൂപ്പന്മാരെ ഇത് വായിച്ച് പഠിപ്പിക്കണം. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കാതെ. പ്രവൃത്തി 20-ന്റെ 17-ഉം 18-ഉമാണ് ഞാൻ വായിച്ചത്. 27 തൊട്ട് വായിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഗലാത്യർ 1 ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഇവിടെ ഇതാ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഇന്ന് ആഗോള വേഗമായി ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിലും കേരളത്തിലും കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ നാടുകളിലും ഗൾഫ് നാടുകളിലും ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും. കണ്ടോ, ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ വചനത്തിൽ നിൽക്കാനാണ് നമ്മളെ ഫലമേൽപ്പിച്ചത്. വചനത്തിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പണമില്ലെങ്കിൽ മാലയിട്ടോ താലിയിട്ടോ നാക്കുത്തിയിട്ടോ മൂക്കുത്തിയിട്ടോ കാക്കുത്തിയിട്ടോ വളയിട്ടോ കാലിലിടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, പാദസരങ്ങളാ. ഇപ്പം എന്തൊക്കെസാരൊക്കെ ഇപ്പം അതിൻ്റെ ആൾക്കാരായി മാറി. അവിടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് തന്നപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി ബാങ്കിൽ വെക്കണം. എങ്ങനെ കുറേയൊക്കെ മുറിച്ചെടുത്ത് കഴുത്തേലും കാതയിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല. അവസാനം ഇതെല്ലാം കൂടി കത്തി ഉരുകുമ്പോൾ, ദശയെല്ലാം കൂടി കത്തി ഉരുകുമ്പോൾ മനസ്സിലായിക്കോളും. കാരണം ഇതെല്ലാം കൂടി തീ പിടിക്കുമ്പോൾ എല്ലാം കൂടി ഉരുകുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ വെള്ളിയും പൊന്നും മതി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. പേഴ്സിൽ പണമില്ലെങ്കിൽ മാലയിട്ടോ താലിയിട്ടോ. ബഹ്റിനിലേക്ക് പോകാൻ ഇരിക്കുന്ന ഒരു സഹോദരിയോട് പറയാൻ, വേറി പോകാതിരിക്കുക, നിന്നെ ഞാൻ അമേരിക്ക വിടാൻ പോവാം. എന്നിട്ട് ഈ പോഷം പറയുന്ന ഒരു വാക്ക് കേൾക്കണം. നിങ്ങളിലൊരു 10 പേര് അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഭദ്രം. പരസ്യമായിട്ട് പറയാനായിട്ട് ഈ പോഷന് എങ്ങനെ മനസ്സ് വരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കർത്താവ് മറുപടി തന്നത്, ഇവനിൽ ദൈവാത്മാവില്ല, പോഷ്കിൻ്റെ ആത്മാവാ. അതെന്തും പറയുമല്ലോ. ക്ലിയറായപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു 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 എന്താ പറയുക, യോഹന്നാൻ സ്നാപകനാണെന്നങ്ങ് വെച്ചോ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് സഭകളിൽ കാണുന്ന അശുദ്ധികളും എല്ലാവരുടെ ശുശ്രൂഷ ഒരുപോലെയല്ല. പൊളിച്ചു പറയേണ്ടടുത്ത് പൊളിച്ച് തന്നെ പറയണം. എൻ്റെ സമ്പത്ത് കർത്താവാണെങ്കിൽ കർത്താവ് തന്നെ സമ്പത്തായിരിക്കണം. സ്വർണവും വെള്ളിയും പൊന്നും പണവും ഡോളറും യൂറോയും ഒന്നും ആകരുത്. അതൊക്കെ നല്ലതാണ്. അത് അതിൻ്റെതായ നിലയിൽ വിനിയോഗിച്ചു കൊള്ളണം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സമ്പത്തുണ്ടാക്കിയോ അവസാനം നിങ്ങളുടെ ഇടപാട് തീരുമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. വിശദമായി പിന്നെയും നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, അപ്പോസ്തലന്മാർ തരുന്ന പ്രമാണം അനുസരിച്ച് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ ചെറിയ പ്രബോധനങ്ങൾ
നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.